ആ മോളെ മേരിക്കുട്ടി. എന്താണ് അപ്പച്ച? മോള് ഇച്ചിരി മണ്ണ് കുഴയ്ക്ക് 5-6 ഇഷ്ടിക ഉണ്ടാക്കണം. അപ്പൊ ഞാൻ റേഷൻ കടയിൽ പോയി ഈ കാതൊന്ന് പതിപ്പിച്ചേച്ചും വരാം. ആ ചേർക്കാം മോളെ. അപ്പച്ചൻ പോയി ഇവിടെ അടുത്തെങ്ങാനും പള്ളിക്കൂടം ഉണ്ടോന്ന് അന്വേഷിച്ചേച്ചും വരാം. അവർക്ക് പള്ളിക്കൂട്ടി പോകാഞ്ഞിട്ടാണ്. ഇന്നത്തേക്ക് വയറ്റിൽ പോകാൻ എന്താണെന്നാണ് ഞാൻ ആലോചിക്കണത്. നിന്റെ കയ്യിൽ എന്തോ ഉണ്ടടി? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എന്റെ ഉള്ളത് എന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലായോ? അത് ഇനി നീ ഇങ്ങോട്ട് പറയാതിരുന്നേച്ചാ മതി. എന്നാ ഇത് കൊണ്ടുപോയല്ലോ കപ്പ മറ്റോ വാങ്ങി പുഴുങ്ങ. എടാ തോമായേ, എനിക്ക് ഇച്ചിരി കറപ്പ് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് നീ മേടിച്ചു തന്നല്ല. മേടിച്ചു തരാൻ പറ്റി കാശില്ലാഞ്ഞിട്ടല്ലേ? കാശില്ലാഞ്ഞിട്ട് നിന്റെ കെട്ടികൾക്ക് കപ്പ മേടിക്കാൻ കാശ് കൊടുത്തതാ. കപ്പ എനിക്ക് പുഴുങ്ങി തിന്നാനാണ്? അല്ലടി, എനിക്ക് പുഴുങ്ങി തരാനെ കൊണ്ട്. എടാ ചെറുക്ക, എനിക്ക് ഇച്ചിരി കറപ്പ് മേടിച്ചു തരാൻ വയ്യെങ്കിൽ എന്നെ വല്ല അനാഥശാലയിലും കൊണ്ട് വിടാ ചെറുക്ക. തുടങ്ങി അമ്മച്ചി. ഇന്നെ 10 മാസം ചുമന്നു വെച്ചത് ഞാനാണോ? തറുതിയല്ല. ചുമന്ന് പറ്റെങ്കിലേ ഇപ്പൊ അടുത്ത വയറ്റിലിട്ടാണ് നടന്ന. ഇവിടെ ആർക്കും വേണ്ട. പഠിപ്പില്ലേ അമ്മച്ചി? അകത്തെങ്ങാനും പോയിരിക്കേ. എടാ, എന്റെ ശവടത്തിനുള്ളത് മാറ്റി വെച്ചിട്ടേ ചെലവാക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ചത്ത് കടന്ന കാക്ക ഒത്തി വലിക്കും. നിനക്കൊക്കെ മാറുകയും ചെയ്യും. പറഞ്ഞേട്ട. തട ഞാൻ ചെലയിക്കോളാം. നീ ഇതേ അപ്പുറത്ത് വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം എടുത്തോണ്ട്. തട ഞാൻ വെട്ട അമ്മച്ചി. അമ്മച്ചി മണ്ണ് വിട്ടിട്ടേച്ചാ മതി. പറയുന്ന കേക്കടി പെണ്ണെ. നീ എന്നതാടി പെണ്ണെ നോക്കിക്കൊണ്ടിരിക്കണേ? ഇതിനകത്ത് വല്ല കല്ലോ ഓട്ടം ഉണ്ടെങ്കിൽ പുറകെ കളയാൻ വേണ്ടി. അപ്പോഴേ കുറച്ച് വെള്ളം കേട്ടിലിട്ടേനും കേട്ടാ. ബാക്കിയുള്ളൊരു വെള്ളം കുടിച്ച് തന്നെ കഴിയണത്. എന്നാടി ഗൗരി വെള്ളം കുടിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നേ? എന്റെ പാറു, നേരം വെളുത്തപ്പ് തുടങ്ങിയ ഒരു വെള്ളം കോറിലാണ്. ഇങ്ങനെ ഉണ്ടോ ഒരു വെള്ളം കുടി? ഇത് കൊറേ വെള്ളം കുടിപ്പിക്കുന്ന ലക്ഷണമാ കാണുന്നത്. അല്ല, എവിടുന്നാ വരുന്നേ? കൊച്ചിന്ന്. പട്ടണത്തിന്ന്. അവിടുന്ന് എന്താ പോന്നേ? വഴക്കിട്ട് പോന്നതാണോ? അല്ല, ഇവിടെ താമസിക്കാൻ വന്നതാ. പിന്നെ പട്ടണത്തിനെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പെണ്ണിനെ കെട്ടിയവന് എന്തോ ജോലി? എനിക്ക് കെട്ടിയവനില്ല. എന്താ പിണങ്ങി പോയോ? എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ എന്റെ ഭഗവാനെ, കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നണേ. എന്താ കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്ക? പട്ടണത്തിലാണെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഈ നാടത്തിരി മോശമാ കേട്ടോ. സൂക്ഷിച്ചൊക്കെ നടന്നാ കൊള്ളാം. എന്താടി വെള്ളം കോരാൻ പാടത്ത് വല്ല വഴക്കുണ്ടായാ? വഴക്കോ? എന്തിന്? മുഖത്തിട്ട് ആന കുത്തി. ഓ, അവളൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നു. എടി അടി കൊറേത്തെ ഒഴിയടി ധാരാളി. അല്ലേ നീ കാഴ്ച കാണുകയാണോ? ഇങ്ങോട്ട് വന്നിട്ട് ഔട്ടിക്കൊള്ളടി. നീ എന്നതാടി കാണിക്കണം? നിന്റെ തടി അങ്ങോട്ട് അനങ്ങട്ടടി. അമ്മയും മക്കളും കൂടി പുറമ്പോക്ക് മുഴുവൻ അങ്ങ് ചവിട്ടി കുഴയ്ക്കുവാണോ? എന്നാ ചെയ്യാനാ, പൊറുക്കണ്ടേ? കുഴയ്ക്ക്. എന്തിനാ ഇപ്പൊ ഇത് കുഴയ്ക്കുന്നേ? നല്ല പശയുള്ള മണ്ണാ കേട്ടോ. ഇഷ്ടിക ഉണ്ടാക്കാന്. ആഹാ, വെള്ളം പോറലോടി മോളെ. അമ്മച്ചി എന്തിനാ ഉള്ള മണ്ണെല്ലാം വെട്ടിയിട്ടത്? അതിനിപ്പോ എന്താണ്? കുറച്ച് വെള്ളം കൂടി കോരിക്കൊണ്ട് വന്നാ പോരെ? ആ കൊല്ലത്തിയുടെ വീട്ടിൽ വെള്ളം കോരാൻ പോവാ. എനിക്ക് വയ്യ. അതെന്താ? അവര് കോരിക്കല്ലേ? എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ അമ്മച്ചി? ആ കൊല്ലത്ത് ജോലി അത്ര നല്ലവളൊന്നും അല്ല. അവക്ക് കുറെ കൂട്ടുകാരും ഉണ്ട് ഈ പുറമ്പോക്കില്. അവര് വല്ലതും പറഞ്ഞു കാണും. വല്ലതും പറഞ്ഞോടി മോളെ. എന്തൊക്കെയാണ് പറയുന്നറിയാമോ? ഒരു നാണവും ഇല്ലാത്ത ശവങ്ങള്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് പറഞ്ഞു നോക്കാം. ആരാ ജയിക്കണം അറിയാവല്ലോ. ഞാൻ കൊച്ചി കിടന്ന് കുറച്ച് പറഞ്ഞിട്ടുള്ള. നീ കുടം എടുത്തോണ്ട് വടി പെണ്ണെ, ഞാൻ കൂടെ വരാം. വേണ്ട വേണ്ട, അവരോട് പറഞ്ഞു ജയിക്കാന്ന് കരുതണ്ട. അതുങ്ങളൊക്കെ കൊച്ചിക്ക് അപ്പുറത്തുള്ളതുങ്ങളാ. മേലും കീഴും ഇല്ലാത്തതുങ്ങള്. അവിടെ പോകാതിരിക്കുന്ന മാനം. മോള് ഈ കുടം എടുത്തോണ്ട് ആ ഇട്ടിച്ചെന്റെ വീട്ടിൽ ചെന്ന് ആ കിണറ്റിൽ ഇത്തിരി വെള്ളം കോരിക്കൊണ്ടോ. അവരുടെ കിണറ്റിന്ന് അവര് കോരിക്കുവാ?
അവര് വലിയ പണക്കാരാണെന്നാണല്ലോ പറയണത്. അതിനിപ്പോ കിണറ്റിനകത്ത് പണമാണ് നടക്കുന്നത്, വെള്ളമല്ലേ. നീ പോയി കോരിക്കൊണ്ട് വാ. എന്നാ പോയേച്ചും വാടി മോളെ. വല്ലവരും വഴക്ക് പറയുമോ? ആര് പറയാനാ, നീ ചെന്ന് വെള്ളം കോരിക്കൊണ്ട് വാ. എന്നാ നീയും വാടി അമ്മണി. അവക്ക് പേടിയാണെങ്കിൽ നീയും ചെല്ലിപ്പോ. ഇവളെ കെട്ടിക്കാറായല്ലോ കരുതി, ഇതുവരെ ഒന്നും ആയില്ലേ? പണ്ടേ ആവണ്ടതാ, പക്ഷെങ്കിൽ കാശില്ലാണ്ട് കല്യാണം നടക്കുക. മേരിനെ ഇന്നലെ കണ്ടപ്പോ മുതൽ എനിക്കൊരാശ. എന്താണെന്ന് വെച്ചാലേ, എനിക്കൊരു മോനുണ്ട്, മത്തായിക്കുട്ടി. അവൻ പട്ടാളത്തിലാ. മേരിയും മത്തായിക്കുട്ടിയും ചേരും. കണ്ടാൽ ആങ്ങളെയും പെങ്ങളും ആണെന്നേ പറയത്തുള്ളൂ. നമുക്കൊന്ന് ആലോചിച്ചാലെന്താ? പിന്നെന്താണ്, പെണ്ണുണ്ടായാ പിന്നെ കെട്ടിച്ചു കൊടുക്കാണ്ടിരിക്കാനൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ. സ്ത്രീധനത്തിന്റെ കാര്യം വേണ്ടി വന്നാ അതും ഉണ്ടാക്കാതിരിക്കാൻ ഒക്കുക. എന്തായാലും അതിന്റെ സമയം വരട്ടെ. അപ്പൊ അങ്ങനെ തന്നെ. തുടങ്ങി കൂവോ? വരുന്നു, കൂവണ്ട. ഒന്നിങ്ങാട് വന്നേച്ചു ഓടി മുതുക്കി. ഞാൻ പറഞ്ഞില്ലേ കുതുക്കാ വരുന്നു. എന്റെ തറവി, ഇങ്ങനൊരു ശരണക്കേടുണ്ടോ? ഞാൻ അടുക്കേന്ന് ഇങ്ങോട്ട് മാറിയാ തുടങ്ങും കൂവ്. ഞാൻ വരുന്നു കേട്ടോ, മുതുക്കന്റെ വിളി കേട്ടോ. അപ്പച്ചനെ അവർ തിരക്കി. തിരക്കിയ? ആര് തിരക്കി? ആ കേറ്റത്തിന് പെമ്പറുന്നവര്. നീ എന്നത്തിനാ കേറ്റത്തിൽ പോയെ? അവള് വെള്ളം കോരാൻ പോയതാണ്. അതാ കൊല്ലത്തിന്റെ കിണറ്റിൽ വെള്ളമില്ലായിരുന്ന? അവിടെ വെള്ളം കോരാൻ ചെന്നപ്പോ ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ അവള് പിന്നെ അങ്ങാട് പോവുകയില്ല. ആരാണ്ട ഏതാണ്ടാ പറഞ്ഞ? ഏതാണ്ടി പറഞ്ഞേ? ഇനി അതറിയാഞ്ഞിട്ടാണ്. എവിടുന്നായാലും വെള്ളം കിട്ടിയാ പോലെ. കേരളത്തിക്കാരൻ എന്നതാ പറഞ്ഞേ? അപ്പച്ചനെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ആ പെമ്പർന്നാരെ കണ്ടിട്ടും കൂടിയില്ല, പിന്നെ എന്നത്തിനാ തിരക്കണേ? അവര് വിചാരിച്ചാ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാൻ സാധിക്കും. ഇനി അവര് വിചാരിക്കാത്തോണ്ടേ ഉള്ളൂ. അവിടെ ആരൊക്കെ ഉണ്ടടി? ഞാൻ ആ പെമ്പർന്നാരെ മാത്രമേ കണ്ടുള്ളൂ അപ്പച്ച. പിന്നെ ആര്? പിന്നെ ആരുമില്ല. പിന്നെ ആരുമില്ല. പിന്നെ നീ എന്നതാ പിന്നെ വലിച്ചു നീട്ടിയത്? അപ്പഴേ പെമ്പർന്നാരെ, ഞാൻ അവിടെ ചെയ്തിട്ട് എന്നതാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, കണ്ടേക്ക് ഇങ്ങോട്ട് പോന്നാ മതി. അല്ല, ആ പെമ്പിള്ളേക്ക് ഇനി വീശി കൊടുക്കണോന്നായിട്ട് അറിയാനാ. നീ അല്പ വിവരമുള്ളതാണല്ല. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. മറിയേ, 2 കാപ്പിയും കേട്ടു. ഒരു ഷായ. നാറി. നീ എന്താ വിളിച്ചത്? പിന്നെ നിന്നെ എന്തോ വിളിക്കണം? കടുക്കാ മറിയെന്ന് വിളിക്കണം. കടുക്കാൻ അറിയാ നിന്റെ മറ്റാളാകടാ. നീ ഈ പുറമ്പോക്കിനെ വലിയ ചട്ടമ്പിയാണെന്നും പറഞ്ഞ് മറിയുടെ അടുത്ത് വെള്ളത്തിലും കൊണ്ട് വന്നാലുണ്ടല്ലോ. പടച്ചോനെ, ഇതെന്തൊരു പരുഷിയാണ്. മറിയാന്ന് വിളിപ്പിക്കുകയല്ല, കടുക്കാ മറിയാന്ന് വിളിപ്പിക്കുകയല്ല. പിന്നെ നിങ്ങൾ എന്തും വെച്ച് വിളിക്കണോപ്പാ? എടി മറിയെന്നൊക്കെ വിളിക്കാൻ ഞാൻ നിന്റെ കെട്ടിയോളാണോടാ? അത് എന്റെ കുറ്റമാണ്. നിന്റെ കെട്ടിയവൻ മരിച്ച നാൾ മുതൽ ഞാൻ പറഞ്ഞതല്ലേ നിന്നെ ഞാൻ കെട്ടിക്കോളാമെന്ന്. അയ്യോടാ ചീക്ക വയറാ. വേറെന്ത് വയറാ നിനക്ക്? അവൻ പോയോ? അവന്റെ നല്ല കാലം. ഇല്ലെങ്കിൽ ഒരു ശ്രമം ഇവിടെ കിടന്നേനെ. വെറുതെ ഇടന്ന് ചവയ്ക്കാതറാ പിത്തക്കാടി. 2 പഴം. അവർക്ക് ക്ഷണയുണ്ടെങ്കിൽ അവനൊന്ന് വന്നു നോക്കട്ടെ. അപ്പം കാണാം നമ്മുടെ ആശാനക്ക് വേല. അല്ലേ ആശാനെ? അവക്കറിയില്ലടാ, പറഞ്ഞുകൂടാ എന്റെ കഴിവ്. ആരാടാ ഇവിടെ വേല കാണിക്കുന്നത്? എന്ത് വേലയാടാ കാണിക്കുന്നത്? ഇവിടെ ശവം വീഴുമെന്ന് പറഞ്ഞ ആരുടെ ശവമാടാ വീഴുന്നത്? ഹോമാത്തിന് വേറെ വേലയില്ലേ? അവന്മാർ വെറുതെ തമാശ പറഞ്ഞതാണെന്ന്. തമാശ കാണണ്ടാ നിന്റെ ചട്ടപ്പിത്തരം. തുണല്ലേ പുറത്തിറങ്ങി വേടാ. സോമാച്ചൻ, അത് ഞങ്ങൾ വേറെ കാര്യം പറയല്ലായിരുന്ന. സോമാച്ചനെ പെടാടാ മാറി. എടാ വേണ്ടേ, കണ്ട ആപ്പൂപ്പുകളെല്ലാം വരട്ടുമ്പോ തോമായ വരട്ടാൻ വന്നാലുണ്ടല്ലോ നിന്റെയൊക്കെ അവസാനം അടുത്തൊന്ന് ഓർത്തോ. ചട്ടമ്പികള് നടക്കുന്നു, 2 ചട്ടമ്പികള്. നീ എന്നെ ഒന്ന് ഒരിക്കൽ അടിച്ചു. പടച്ചോനെ, നമ്മുടെ കൈ അറിയാതെ ഒന്ന് പറഞ്ഞതാണ്. നമ്മൾ ആരെ അടിച്ചിട്ടില്ല. പഠിച്ചോനാണ്. നാളെ മുതൽ ആരെ അടിക്കത്തില്ല. ഈ കടയ്ക്കകത്തായോണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നതാ. നിന്നെ ഞാൻ എടുത്തോളാം. ആശാനെ, നമ്മളെയാണ് നോട്ടമിട്ടിരിക്കുന്ന ആശാനെ. ചുമ്മാ
ഞാൻ ജീവിച്ചിരിക്കുമ്പോ. ജോലികളാ ഇറങ്ങി പോയടാ എന്റെ കടയിൽ നിന്ന്. നിനക്കൊന്നും തരാൻ ഇവിടെ ചായ ഇല്ല. കടക്കാവറിയേ, നിന്റെ ചായ ഒന്നും എനിക്ക് വേണ്ട. അവനെ കണ്ട് നീ പോകണ്ട കേട്ടോ. നിന്നെ ഞാൻ എടുത്തോളാം. നീ എടുത്താൽ പൊങ്ങത്തില്ലടാ. ഞാൻ പൊക്കും. കാണാം. കാണാം. എടാ നീ എന്തിനാണ് നടക്കാൻ നിൽക്കുന്നേ? എടാ കടയിൽ